ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ ആദ്യം തന്നെ ജിസ്മോൾ ഇൻക്വസ്റ്റിന് പോലും കയറിയ ഒരാളാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ജിസ്മോളുടെ ഇദ്ദേഹത്തെ പാടുകളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫോറൻസിക് ഇതുവരെ അത് അറിയിച്ചാലേ അറിയത്തുള്ളൂ. പഞ്ചായത്തിൽ നിന്നൊരു ലെറ്റർ കൊടുക്കാനും പറഞ്ഞിട്ട് ഇതുവരെ അത് കൊടുത്തിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ അറിയിച്ചതാണ് ലെറ്റർ കൊടുക്കണം, പഞ്ചായത്തിൻ്റെതായിട്ടൊരു പ്രമേയം പാസ്സാക്കി കൊടുക്കണം. ഞങ്ങൾ പഞ്ചായത്തിൽ പ്രമേയം പാസ്സാക്കി ഇതുവരെ ആ ലെറ്റർ പോലീസിന് കൈമാറിയിട്ടില്ല. അത് വെള്ളത്തിൽ കിടന്ന് പൊള്ളി തന്നു. വെള്ളത്തിൽ കിടന്ന് പൊള്ളി 2 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന ഒരു ശരീരം പൊള്ളുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് ചുമന്ന് കിടക്കുമായിരുന്നു. ഞാൻ നടുവിൻ്റെ 2 സൈഡിലും ഉണ്ടായിരുന്നു. ഒരു സൈഡ് വലിയ പാടും ഒരു സൈഡ് ചെറിയൊരു പാടും ഉണ്ടായിരുന്നു. ജിസ്മോളുടെ സ്കൂട്ടർ ഇതുവരെ ഒരു ഫോറൻസിക് പരിശോധനയോ ഒന്നും ചെയ്തില്ല. അന്നേരം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ജിസ്മോൾ ഹെൽമെറ്റ് വെച്ച് പോയി. ഹെൽമെറ്റ് ഊരുന്ന സമയത്ത് ഒരു ഫോറൻസിക് അവർക്ക് കൈയുടെ എല്ലാം എടുക്കാമായിരുന്നു. ജിസ്മോളുടെയും മൂത്ത മോളുടെയും ചെരുപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതൊന്നും എടുത്തിട്ടില്ലെന്ന് പറയുന്നു. ജിസ്മോൾ ഈ കൈ മുറിച്ചിട്ട് എങ്ങനെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകും? വണ്ടി ഓടിച്ച വണ്ടിയിൽ ഒരു തൊഴിലിൽ പോയും ബ്ലഡില്ല. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം നിന്ന് എടുത്തപ്പോൾ സമയത്ത് പോലും സ്ട്രെച്ചർ മുഴുവൻ ബ്ലഡായിരുന്നു. അതിനുശേഷം ഞാൻ ഈ കോട്ടയത്തെ പരിപാടിക്ക് സുരേഷ് ചേട്ടനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് ഞങ്ങൾ നടത്തുന്ന കോൺഗ്രസ്സുകാരല്ലല്ലോ നടത്തുന്നത്, കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വരാൻ എന്ന് ചോദിച്ചു. ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം, നീതി കിട്ടുന്നിട വരെ നമ്മൾ പുറകെ പോകും. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആര്യ സബിൻ എന്ന് പറയുന്ന ആളാണ്. ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മുത്തോലി പഞ്ചായത്തിൻ്റെ അടുത്ത 13-ാം വാർഡാണ്. ഇത് 12-ാം വാർഡിലെ മെമ്പറാണ്, കോൺഗ്രസിൻ്റെ മെമ്പറാണ്. ജിസ്മോളുമായിട്ട് വളരെ അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും ആ വീടുമായിട്ട് അതിനുശേഷം പല പ്രാവശ്യം ആ വീട്ടിൽ പോയി സമാധാനമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോഴും സാക്ഷി അവിടെ ഉണ്ടായിരുന്ന അത് ആര്യ മെമ്പറായിരുന്നു. അപ്പോൾ ആര്യ മെമ്പറോട് കുറച്ച് കാര്യങ്ങൾ. ആര്യ, നമസ്കാരം. ഞാൻ മുത്തോലി പഞ്ചായത്തിലെ 12-ാം വാർഡ് മെമ്പറാണ്. ഇപ്പോൾ ജിസ്മോളുടെ വാർഡ് നിങ്ങളുടെ വരത്തില്ല? ജിസ്മോളുടെ വാർഡിലല്ല, ഞാൻ 13-ാം വാർഡാണ് ജിസ്മോളുടെ വാർഡ്. ഞാൻ 12 തൊട്ടടുത്ത വാർഡ് തന്നെയാണ്. ഇപ്പോൾ ഈ ജിസ്മോളുടെ കേസ് എന്തായി, ഇതിൻ്റെ അവസ്ഥ? ജിസ്മോളുടെ കേസിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ മാർച്ച് വരെ എത്തിയതേ ഉള്ളൂ. ഏറ്റുമാനൂർ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളെ ഒന്നും കണ്ടില്ല, കോൺഗ്രസ്സുകാരെ ആരെയും കണ്ടില്ല അതിനകത്ത്? കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, ഒത്തിരി പേരില്ലായിരുന്നുള്ളൂ. കോൺഗ്രസ്സുകാരെല്ലാം ഇൻവോൾവ് ആണ്. ആദ്യം തൊട്ട് ഞങ്ങൾ ജിസ്മോൾ മരിച്ചെന്ന് അറിഞ്ഞ സമയം തൊട്ട് ഹോസ്പിറ്റൽ മുതൽ പോസ്റ്റ്മോർട്ടം വീട്ടിലെത്തി മരിച്ച അടക്കിൻ്റെ അന്നും ബോഡി എടുത്തപ്പോഴും എല്ലാം നമ്മൾ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നടത്തിയ പ്രതിഷേധത്തിലും എല്ലാത്തിലും 10-40ഓളം പേര് പങ്കെടുത്തതാണ്. പഞ്ചായത്തിൽ തലത്തിലൊരു ആക്ഷൻ കൗൺസിൽ എടുത്തിട്ടുണ്ട്. അത് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. നമ്മുടെ മുത്തോലി പഞ്ചായത്തിൻ്റെ ആക്ഷൻ കൗൺസിൽ പഞ്ചായത്ത് തലത്തിലെടുത്തിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് തന്നെ അതിനൊരു മുന്നോട്ടൊരു എടുക്കേണ്ടതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അതിലേക്ക് വരുന്നില്ല. ഞാൻ പഞ്ചായത്തിൽ നിന്നൊരു ലെറ്റർ കൊടുക്കാനും പറഞ്ഞിട്ട് ഇതുവരെ അത് കൊടുത്തിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ അറിയിച്ചതാണ് ലെറ്റർ കൊടുക്കണം, പഞ്ചായത്തിൻ്റെതായിട്ടൊരു പ്രമേയം പാസ്സാക്കി കൊടുക്കണം. ഞങ്ങൾ പഞ്ചായത്തിൽ പ്രമേയം പാസ്സാക്കി ഇതുവരെ ആ ലെറ്റർ പോലീസിന് കൈമാറിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറാത്ത? ആരാ അതിൻ്റെ പ്രസിഡന്റ്? ഇപ്പോൾ പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഫൻ എന്ന് പറഞ്ഞ ആളാണ്, BJP മെമ്പറാണ്. BJP ആണോ ഭരിക്കുന്നത്? മുത്തോലി പഞ്ചായത്ത് BJP ആണ് ഭരിക്കുന്നത്. ഈ പ്രസിഡന്റിന്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്? കയ്യിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഒരു കമ്മിറ്റി ചർച്ച ചെയ്ത് ഭരണസമിതി തീരുമാനം എടുത്താണ് നമുക്കിതെങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ആ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. പഞ്ചായത്താണ് അത് ഫോർവേഡ് ചെയ്യേണ്ടത്. അത് ഇതുവരെ ഫോർവേഡ് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് ജിസ്മോളെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പ്രമേയം പാസ്സാക്കി അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അതുമായിട്ട് തുടർ നടപടികളെക്കുറിച്ച് വെച്ച് അതിൻ്റെ പ്രമേയമായിട്ട് തന്നെ നമുക്ക് അയക്കണം എന്ന് പറഞ്ഞു. അത് ഇതുവരെ അയച്ചില്ല. കാരണം എന്നാ, നമുക്ക് അയക്കാമെന്ന് പറയുന്നില്ല, ഇതുവരെ അയച്ചിട്ടില്ല. ആക്ഷൻ കൗൺസിൽ ശശിചേട്ടൻ മാത്രം ഇല്ല. ശരിക്കും ശശികുമാർ മെമ്പർ മാത്രം ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലില്ല. ബാക്കിയുള്ള മെമ്പർമാരും രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന ഗ്രൂപ്പ് രഞ്ജിത്തും ഉണ്ട്. അതിനകത്തുനിന്ന് ഇദ്ദേഹമാണല്ലോ ഇതിന്റെ ആക്ഷൻ കൗൺസിലിന്റെ നാട്ടിലുണ്ടാകുന്ന ആക്ഷൻ കൗൺസിലിന്റെ. അതെ അതെ. അപ്പോൾ പുള്ളി എന്തുകൊണ്ടാണ് ഇതിനകത്തില്ലാത്തത്? ഞാനായിരുന്നു ആ ഗ്രൂപ്പ് ചെയ്തത്. ആ ഗ്രൂപ്പിൽ നിന്ന് ശശി മെമ്പർ ലെഫ്റ്റായി പോവുകയാണ് ചെയ്തത്. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നതാണ്, ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയി. പ്രസിഡന്റ് എന്നെ ഏൽപ്പിച്ചിരുന്നു ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും. രാഷ്ട്രീയ കക്ഷികളെ ആഡ് ചെയ്ത് ഗ്രൂപ്പുണ്ട്, ഇപ്പോഴും ഗ്രൂപ്പ് നിലവിലുണ്ട്. പക്ഷേ അതിലൊരു ചർച്ച പോലും നടക്കുന്നില്ല. എങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നീർക്കാടുമായിട്ട് ഇവരുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ അറിയിച്ച്, ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിലെ ആൾക്കാരെ വിളിച്ചറിയിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാരും കൂടി ചേർന്നാണ് നമ്മൾ ഈ പരിപാടി നടത്തേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ശശികുമാറിന്റെ നേതാവ് തന്നെയാണല്ലോ രഞ്ജിത്ത്. എന്നിട്ട് ശശികുമാർ മാത്രമേ ഇതിനകത്ത് ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ശശികുമാർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ
നമ്മുടെ കൂടെ നിൽക്കുന്നില്ലെന്നല്ല, അവിടെ ജിസ്മോളുടെ വീടിന് തൊട്ടടുത്താണ് ശശിയേട്ടൻ്റെ വീട്. അതുകൊണ്ട് ശശിയേട്ടൻ അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഇടപെടുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള മെമ്പർമാരാരും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളോടൊപ്പം സഹകരിക്കാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് സഹകരിക്കുന്നുമില്ല. ഞാൻ എല്ലാ പരിപാടികൾക്കും പൊയ്ക്കൊണ്ടിരുന്നതാണ്. എല്ലാ പരിപാടിയും സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആൾക്കാരും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ വണ്ടി വിളിച്ച് എല്ലാവരും കോട്ടയത്തിനടുത്ത് പ്രതിഷേധത്തിനും എല്ലാം പോയതാണ്. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം അത് ഒറ്റ പോരാട്ടം എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ നമ്മൾ ചോദിക്കുമ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞു. നമ്മളെ ഒരു കാര്യങ്ങളും അറിയിക്കാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട്, നമ്മളെയും കൂടെ അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് മുന്നോട്ട് ഇറങ്ങാത്തതിന് കാരണം നമ്മൾ ആദ്യമേ തന്നെ ഇറങ്ങിയില്ലായിരുന്നു. ഇവിടെ ജിസ്മോളുടെ പപ്പായുടെ നേതൃത്വത്തിലാണ് ആദ്യം ഇറങ്ങിയത്. അതിനകത്ത് ശശിയേട്ടൻ മുന്നേ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടുന്ന് ശാന്തിപ്രഭ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ അവിടെ 12 അംഗ ടീം ഉണ്ട്. അവിടെ ആക്ഷൻ കൗൺസിലിൻ്റെ കൂടാതെ 12 അംഗ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലല്ലാതെ ഇങ്ങോട്ടൊരു ചർച്ച വരുന്നില്ല. പിന്നെ ഇവിടുന്ന് ഒരു ജിസ്മോളുടെ സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ഫോൺ വിളിച്ചുള്ള കോണ്ടാക്ട് വഴി പോകുന്നതാണ്. പിന്നെ ഈ പോസ്റ്റുകൾ ചെയ്യുന്ന രീതിയിൽ പോകുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ചർച്ച വന്നാലുള്ളൂ ഇവിടുന്ന് മുത്തോലിന്ന് മുഴുവൻ ആൾക്കാർ അവിടെ ചെല്ലുള്ളൂ. അങ്ങനെ ഒരു ചർച്ച വരുന്നില്ല. ഈ ആക്ഷൻ കൗൺസിലിന് ഒരു രാഷ്ട്രീയമില്ലെന്നാണല്ലോ ശശികുമാർ പറയുന്നത്. രാഷ്ട്രീയമില്ലെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്താലുള്ളൂ. പല രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇതിനകത്ത് ബന്ധപ്പെടേണ്ടത്. CPM ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ജെ ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കക്ഷികളുടെ നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്ക് അറിയുള്ളൂ. പക്ഷേ ഇതൊരു ഗ്രൂപ്പിനകത്ത് മാത്രം ഒതുങ്ങി നിന്നുള്ള ചർച്ചയാകുമ്പോൾ അത് അറിയില്ല. ഇവിടെയുള്ളവരറിയില്ല. ഇവിടെയുള്ളവർ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്താലേ ഉള്ളൂ നമ്മൾ അറിയുള്ളൂ. ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് അയച്ചെന്നോട് തന്നെ എല്ലാവരും ആഡ് ആവണമെന്നില്ല. ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എല്ലാ ആളുകളിലേക്ക് എത്തും. അവർ വിളിച്ച് പറയും ഇന്നൊരു പരിപാടി നടക്കുന്നുണ്ട്, ചെല്ലണം എന്ന് പറയും. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ശരിയായിട്ടും ശശികുമാർ ആ ഗ്രൂപ്പിനകത്തുണ്ട്. ശശികുമാറിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാനുണ്ട്. അതിനകത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇല്ലേ? കോൺഗ്രസ്സുകാരുണ്ട്. അതിനകത്തൊന്നും ചർച്ച അതിനകത്ത് മെയിൻ അഭിപ്രായം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ ആദ്യം തന്നെ ജിസ്മോൾ പോസ്റ്റ്മോർട്ടത്തിന് പോലും കയറിയ ഒരാളാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ഇൻക്വസ്റ്റിന് പോലും കയറിയ ഒരാളാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ജിസ്മോളുടെ ഇദ്ദേഹത്തെ പാടുകളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫോറൻസിക് ഇതുവരെ അത് ഫോറൻസിക് അറിയിച്ചാലേ അറിയത്തുള്ളൂ. ഇനി അവരും പറയുന്നുണ്ട് അത് വെള്ളത്തിൽ കിടന്ന് പൊള്ളിയതാണെന്ന് പറഞ്ഞു. വെള്ളത്തിൽ കിടന്ന് പൊള്ളി 2 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന ഒരു ശരീരം പൊള്ളുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാനൊരു ചാനലിന് ന്യൂസ് കൊടുക്കുകയും ചെയ്തിരുന്നു. വലിയ അതായിട്ടായിരുന്നു ഒരു സൈഡ്. ഇല്ല, നടുവിൽ അങ്ങനെ വരത്തില്ല. അതായത് പുതിയതായിട്ടുള്ളതാണ്. പൊള്ളിയ പാടാണ്. ഒരാൾ പൊള്ളിച്ചതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. പൊള്ളിയ പാടായിരുന്നു. തൊലി കൊമ്മളച്ച് നിന്നിട്ട് അതിനകത്ത് അതങ്ങ് ചുങ്ങിയ രീതിയിലായിരുന്നു. അങ്ങനെയില്ല, അത് ചുമന്ന് കിടക്കുമായിരുന്നു. ഞാൻ നടുവിൻ്റെ 2 സൈഡിലും ഉണ്ടായിരുന്നു. ഒരു സൈഡ് വലിയ പാടും ഒരു സൈഡ് ചെറിയൊരു പാടും ഉണ്ടായിരുന്നു. ഒരു ദിവസം നേരത്തെ ഫോൺ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. ഫോണിൽ ആരും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഫോണിൽ സംസാരിച്ചത് ബിനോയിയാന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അതിന് മുമ്പേ ഏത് ഫോണിൽ നിന്നായിരിക്കും മുപ്പച്ചനെ വിളിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനും അത് ആലോചിച്ചായിരുന്നു. അതായത് പുള്ളിയുടെ സംസാരത്തിൽ പല പ്രാവശ്യം മകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്നെ പല പ്രാവശ്യം ജിസ്മോൾ വിളിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു ടോക്ക് അവിടെ വരുന്നുണ്ട്. അതിനകത്ത് ജിസ്മോൾ ഏത് ഫോണിൽ നിന്ന് വിളിക്കുന്നതെന്നൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ജിസ്മോളുടെ സ്കൂട്ടർ ഇതുവരെ ഒരു ഫോറൻസിക് പരിശോധനയോ ഒന്നും ചെയ്തില്ല. അന്നേരം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ജിസ്മോൾ ഹെൽമെറ്റ് വെച്ച് പോയി. ഹെൽമെറ്റ് ഊരുന്ന സമയത്ത് ഒരു ഫോറൻസിക് അവർക്ക് കൈയുടെ വില എടുക്കാമായിരുന്നു. ജിസ്മോളുടെയും മൂത്ത മോളുടെയും ചെരുപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതൊന്നും എടുത്തിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പല സംശയങ്ങളും ഉണ്ട്. ഒരു 3 ജീവനുകൾ പൊലിഞ്ഞിട്ട് അതിന് തക്കതായ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ശരിയായിട്ടും ഞങ്ങൾ ചോദിക്കുന്നത് അത് മുന്നോട്ട് പോകുന്നില്ല. അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ഇതുവരെ ഇപ്പോൾ അവരെ പുറത്തിറക്കി വിട്ടു. ദീപ എന്ന് പറയുന്ന ആളെ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ദീപയെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എന്നൊക്കെ ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട്, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചാടിക്കയറി ചെയ്യാൻ പറ്റുമല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്.
ഫോറൻസിക് എടുക്കേണ്ടത് അടുത്ത ദിവസം രാവിലെ തന്നെ ഫോറൻസിക് എടുക്കുക, അല്ലെങ്കിൽ പോലീസിനായി വരണമെങ്കിൽ അതൊക്കെ വേറൊരാൾ എത്തുന്നതിന് മുമ്പ് തന്നെ എത്തേണ്ട കാര്യങ്ങൾ. അതൊന്നും അവിടെ ഞാൻ അവിടെ അന്ന് പോസ്റ്റ്മോർട്ടത്തിന് നിന്ന സമയത്ത് ജിസ്മോളുടെ വീടിൻ്റെ അടുത്തുനിന്ന്, അവിടെ നീർക്കാട് വീടിൻ്റെ അടുത്തുനിന്നുള്ളൊരു മെമ്പർ ഉണ്ടായിരുന്നു. മെമ്പർ എന്നോട് പറഞ്ഞത് ഒരു അവിടെ ഛർദ്ദിച്ച പാടുകളുണ്ടായിരുന്നു, ബ്ലഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊന്നും ഇവിടുത്തെ പോലീസുകാർ കണ്ടിട്ടില്ല. ശശികുമാറിന്റെ ഈ രീതി ശരിയല്ല അല്ലേ? കുറച്ചുകൂടെ ആൾക്കാരെ ഒന്ന് ചേർത്ത്. ശശികുമാർ മെമ്പർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് എല്ലാവരിലേക്കും അറിയിച്ചുകൊണ്ട് ചെയ്യണം. അതായത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കമ്മിറ്റി കൂടുമോ, ആ കമ്മിറ്റിയിൽ ആൾക്കാരെ അറിയിക്കുമോ, എന്നിട്ട് നമുക്ക് ആ ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് വേണം നമുക്കൊരു പരിപാടി നടത്തുവാൻ. ഇവിടെ മുത്തോലിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല. കമ്മിറ്റി ഇനിയിപ്പോൾ ആ കമ്മിറ്റി ഉണ്ടോ, ഞാൻ അതിനകത്ത് ഇല്ലാത്തതാണോ എന്നും എനിക്കറിയില്ല. കമ്മിറ്റി ഉള്ളതായിട്ട് എനിക്കറിയില്ല. കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയിൽ ശശികുമാർ മെമ്പർ ഇല്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ അന്ന് നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടായിരുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, ആക്ഷൻ കൗൺസിൽ. ആക്ഷൻ കൗൺസിൽ ആ ആക്ഷൻ കൗൺസിലൂടെ ശശികുമാർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഏറ്റുമാനൂരുടെ സമരത്തിലും നിങ്ങളെല്ലാ മെമ്പർമാരും പോയി പങ്കെടുത്തേനെ. ആ മെമ്പർമാരെല്ലാവരും പുറകോട്ട് നിൽക്കുകയാണ്. എന്താണ് അതിന് കാരണം എന്നറിയില്ല. മെമ്പർമാരായിട്ട് ഞങ്ങൾ 3-4 പേര് അന്ന് കോട്ടയത്ത് പോലും പങ്കെടുത്തിട്ടുള്ളൂ. ഞാനും ശശി മെമ്പറും പിന്നെ ടോമി മെമ്പർ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ ആളാണ്. പിന്നെ പ്രസിഡന്റ് വന്നിരുന്നു. ഇതിനകത്ത് BJP-യുടെ പ്രാതിനിധ്യമേ വളരെ കുറവാണ്. ഈ ശശികുമാർ അല്ലാതെ വേറെ ആരും എൻ്റെ കൂടെ വരുന്നില്ല. ഇല്ല. പിന്നെ പഴി മുഴുവൻ കോൺഗ്രസിൻ്റെ പേരില്ല. ഇപ്പം ശശികുമാർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലേ, നമുക്ക് ചാണ്ടിയമ്മനെ ഒന്ന് പോയി കാണാം, നിങ്ങളോട് എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമോ? പിന്നെ തീർച്ചയായിട്ടും പോകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ അടുക്ക പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടെ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആക്ഷൻ കൗൺസിലുള്ള ആൾക്കാർ നമ്മൾ കുറച്ച് പേര് കൂടി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിരുവഞ്ചൂർ സാറാണെങ്കിലും ചണ്ടി സാറാണെങ്കിലും എല്ലാവരും വന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുക, എല്ലാവരും ഇതിൽ സഹകരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നാട്ടകം സുരേഷ് DCC പ്രസിഡന്റ് അന്ന് മരണത്തിൻ്റെ ദിവസം വന്നതേ ഉള്ളൂ, പിന്നീട് പങ്കെടുത്തതേ ഇല്ല. ഈ നാട്ടകം സുരേഷ് എന്ന് പറഞ്ഞ ആൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല, ഇങ്ങനെ പരിപാടി നടക്കുന്ന കാര്യങ്ങൾ പോലും. പിന്നെ എങ്ങനെ വരും? എന്നു വെച്ചാൽ ഞാൻ ഈ കോട്ടയത്തെ പരിപാടിക്ക് സുരേഷ് ചേട്ടനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് ഞങ്ങൾ നടത്തുന്ന പരിപാടി കോൺഗ്രസ്സുകാരല്ലല്ലോ നടത്തുന്നേ, കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വരാൻ എന്ന് ചോദിച്ചു. ഇത് വൻമനുഷ്യമായിട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് പുള്ളി ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനകത്തൊരു ആരെയും കിട്ടാതെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ചാണ്ടിയമ്മനെ വിളിച്ചിട്ട് കിട്ടിയില്ല, തിരുവഞ്ചൂർ സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ വന്ന സമയത്ത് നാട്ടകം സുരേഷ് എന്ന ആളെ വിളിച്ച് ഡിസ്ട്രിക്ട് പ്രസിഡന്റാണ്, അപ്പം വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാർ നടത്തുന്ന പരിപാടി അല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. വന്നിരുന്നു. എല്ലാത്തിനും സഹകരിച്ച ആളാണ്, എല്ലാ പരിപാടികൾക്കും സഹകരിച്ചു. ജിസ്മോളുടെ വിജയത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുകയും ചെയ്ത ആളാണ് നാട്ടകം സുരേഷ് അല്ലേ? സുരേഷ് എന്ന് പറഞ്ഞ ആള് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഒരു കോട്ടയത്ത് ഇരിക്കുന്ന ആൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ശശി മെമ്പറോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശശി മെമ്പർ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് പിന്നെ വിളിച്ചു വരുത്തി നാണക്കെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അവിടെ വന്ന് കഴിയുമ്പോൾ മൈക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അന്നും ഒരാൾക്ക് പ്രസംഗിക്കാൻ മൈക്ക് കൊടുക്കാതെ മൈക്ക് മാറ്റി പിടിച്ചുകൊണ്ടിരുന്നു അന്ന് വക്കീല്. കാരണം ഒരാൾക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയല്ലേ അത്. എന്തുകൊണ്ട് അത് അവർക്ക് കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്താ? അതൊക്കെ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യാനും പാടില്ല. കാരണം ജിസ്മോളുടെ അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ശശി. ആ രീതിയിൽ ആ പ്രൊട്ടക്ഷൻ പുള്ളി അങ്ങ് നിന്നു. എന്നിട്ട് പുള്ളിക്ക് ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറയുന്നത് കോൺഗ്രസ്സുകാരും ഇതിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ്സുകാരെല്ലാം സജീവമായിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് എവിടെ? ഇലക്ഷന് വേണ്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഓടിയാണെന്നാണല്ലോ. എന്നിട്ട് എവിടെയും ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുടെ ഭാഗത്ത്. കോൺഗ്രസ്സുകാരും ജിസ്മോൾക്കെതിരല്ല. പക്ഷേ ജിസ്മോളുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പം തോമസ് ചേട്ടനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഞാനോ അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനോ അറിയിക്കുകയാണ്, തോമസ് ചേട്ടനെങ്കിലും അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ വരണം എന്ന് പറയും. ജിസ്മോളുടെ വീട്ടുകാരും കോൺഗ്രസ്സുകാരാണല്ലോ. നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ വരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ചർച്ച നടത്തുന്നു, നമുക്കിങ്ങനെ പരിപാടി നടത്തിയാലോ എന്നൊരു മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നു. എല്ലാ പാർട്ടികളിലെ ആൾക്കാർ വിളിച്ച് മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും പങ്കെടുക്കും. ഇതിപ്പോൾ ആ ഫോൺ വിളിച്ചിപ്പോൾ എന്നെ വിളിച്ച് പറയും, നിങ്ങൾ എത്ര പേര് വരും?
അപ്പം എന്നെയാണ് വിളിച്ച് പറയേണ്ടത്. ഒരു കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് ഇവിടെ മുത്തോലിക്ക്. മണ്ഡലം പ്രസിഡന്റ് അറിയിച്ച് കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് എല്ലാവരെയും വിളിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ UDF ആയിരുന്നു ഈ സമരം ഏറ്റെടുത്തിരുന്നതെങ്കിൽ ഇതിൻ്റെ ഗതി ഇങ്ങനെയാകുമായിരുന്നു. ആഭ്യന്തരം ഭരിക്കുന്നത് ഇടതു മുന്നണിയാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ കക്ഷിയായ UDF ഈ സമരം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ സമരത്തിന് ഇത്രയും ശുഷ്കമായി പോകുമായിരുന്നു തോന്നുന്നുണ്ട്. ഇല്ല, നമുക്ക് അതിന് സമരം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചൊക്കെ ഇതിനെക്കാട്ടിൽ വലുതാക്കാൻ കഴിയുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആൾക്കാരെയൊക്കെ മുൻനിർത്തി നല്ല സമരം, യുവാക്കളുടെ സമരം നല്ലത് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ലേ? ഇപ്പം അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇപ്പം നമ്മൾ പുറകോട്ട് മാറി നിന്നല്ല, കോൺഗ്രസ്സുകാർ പുറകോട്ട് മാറി നിന്നല്ല. സാധ്യതകളുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും കോൺഗ്രസിനെ പഴിയാഴിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജിസ്മോളുടെ കാര്യം ഓർത്ത് വിഷമവും. അതെ, പക്ഷേ അതാരും അറിയുന്നുമില്ല. കോൺഗ്രസ്സുകാരെല്ലാം മാറി നിൽക്കുകയാണെന്ന് പറയും. കോൺഗ്രസ്സുകാരെല്ലാം ജിസ്മോളുടെ കൂടെ നിന്ന് ജിസ്മോളെ വിജയിപ്പിക്കാനായിട്ട് കൂടെ നിന്ന ആൾക്കാരാണ്. ബൈ ഇലക്ഷൻ ആയിരുന്നു അന്ന്, ഈ വാർഡിൽ മാത്രമാണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ജിസ്മോൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ച ആൾക്കാരാണ്. ജിസ്മോളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും ജിസ്മോളെ അറിയുന്നവരാണ്. മുത്തോലി മുഴുവൻ ജിസ്മോളെ അറിയുന്നവരാണ്. എന്നുവെച്ചാൽ പ്രസിഡന്റ് വരെ ആയ ആളാണ്. മുത്തോലി മാത്രമല്ല, ശരിയായിട്ടും ജിമ്മിയുടെ നാട്ടിൽ ജിമ്മി അറിയുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ നല്ലൊരു സ്വഭാവമായിരുന്നു ജിസ്മോളുടെ. അതുകൊണ്ട് എല്ലാവരും അറിയും. ജിസ്മോളുമായിട്ട് എത്ര നാൾ ഇടപഴകാൻ ആര്യയ്ക്ക് പറ്റിയിട്ടുണ്ട്? ജിസ്മോളുമായിട്ട് എനിക്കൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിക്കുകയും ജിസ്മോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നു. ലാസ്റ്റ് ജിസ്മോളെ ഞാൻ കാണുന്നത് ജിസ്മോളുടെ ആങ്ങളുടെ കല്യാണത്തിനാണ് ലാസ്റ്റ് കാണുന്നത്. ജിസ്മോളുടെ ഈ നിയമവശങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കേൾക്കുന്ന മറുപടി നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതെ അതെ, ജിസ്മോൾ വിളിക്കുമ്പോൾ ചില സമയത്ത് എപ്പോഴും ബിസി ആയിരിക്കും. പക്ഷേ ജിസ്മോൾ പിന്നെ തിരിച്ച് വിളിക്കുകയോ എപ്പോഴും ഫ്രീ ആയ സമയത്ത് തിരിച്ച് വിളിക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത് ആര്യമെമ്പർക്ക് എന്താ തോന്നുന്നത്? ഇത് കൊലപാതകമായിരിക്കും, ആത്മഹത്യ ചാൻസസ് ഇതിനാണ് കൂടുതൽ? കൊലപാതകമാണെന്ന് നമുക്ക് കാണുന്നവർക്ക് ആർക്കും തോന്നുള്ളൂ. പക്ഷേ ഇത് ആത്മഹത്യയാണെന്ന് പറയുമ്പോഴും എനിക്ക് കൊലപാതകമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ജിസ്മോൾ ഈ കൈ മുറിച്ചിട്ട് എങ്ങനെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകും? വണ്ടി ഓടിച്ച് വണ്ടിയിൽ ഒരു തൊഴിലിൽ പോയും ബ്ലഡില്ല. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് എടുത്തപ്പോൾ സമയത്ത് പോലും സ്ട്രക്ചർ മുഴുവൻ ബ്ലഡായിരുന്നു. പിന്നെ അത്രയും ബ്ലീഡിങ് ഉള്ള ഒരാളെ എങ്ങനെ വണ്ടി ഓടിച്ച് അവിടെ വരെ പോയി 2 പിള്ളേരെയും പിടിച്ച്, കുഞ്ഞു പിള്ളേരെ വണ്ടിയെ നിൽക്കാൻ പോലും ഇല്ലാത്ത പിള്ളേരെ വെച്ച് 2 പേരെയും കൊണ്ട് പോയെന്നൊക്കെ പറയും. അതൊക്കെ എനിക്കൊരു വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരു ഇതാണ്. അന്ന് ബൈക്കിൽ സ്കൂട്ടറിൽ പോകുന്നൊരു പോലീസ് പുറത്ത് കൊടുത്തിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഏതോ ടൂറിന് പോകുന്ന അമ്മയും മോളും ഹാപ്പി ആയിട്ട് എന്തോ പർച്ചേസിങ്ങിന് പോകുന്നത് പോലെ ഉള്ളൊരു തോന്നലല്ലേ അതിനകത്ത് ഉണ്ടാവും. ആ ഒരു ഫോട്ടോ അതൊക്കെ ഒരു റീക്രിയേഷൻ പോലെ എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതൊരു ഹെൽമെറ്റൊക്കെ വെച്ച് മരിക്കാൻ പോകുന്ന ആൾ പെട്ടെന്ന് ചാടി ഇറങ്ങി പോകുമ്പോൾ ഒരു ഹെൽമെറ്റൊക്കെ വെച്ചാണ് പോകുന്നത്. ഈ കൈ മുറിഞ്ഞിരിക്കുന്നു, അതിനകത്തൊരു ഹെൽമെറ്റ് എടുത്ത് വയ്ക്കുന്നു, പിള്ളേരെ ഫ്രണ്ടിൽ നിർത്തുന്നു, ഇവിടെ ബ്ലഡ് കിടക്കപ്പോൾ അതൊന്നും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? പോലീസ് ഏതൊരാൾക്കും അറിയാം ഒരു വീട്ടിലൊരു ഇത് നടന്നു കഴിഞ്ഞാൽ അതിനൊരു ഫോറൻസിക് പരിശോധന ഉണ്ടാകുമെന്ന്. എന്നിട്ട് അവരെന്തുകൊണ്ടത് എല്ലാം റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഛർദ്ദിച്ചതും ബ്ലഡ് വന്നതും എല്ലാം കഴുകി കളഞ്ഞു? അവിടെ 10 വർഷമായിട്ട് അവിടെ അവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ പറയുന്നത് 4 ക്യാമറ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ക്യാമറ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. ക്യാമറ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ബസ്സുകാരൊരാൾ പറയുന്നത് 6 ക്യാമറ വരെ വീട്ടിലുണ്ടായിരുന്നെന്ന്. ബാക്കിലേക്കും ക്യാമറ ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാമറകളിലെ ഒന്നും സത്യാവസ്ഥ പുറത്തു വരുന്നില്ല. ക്യാമറ ഇല്ല. അവരെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്താൽ ആ ക്യാമറ ഒക്കെ കിട്ടും. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ കിട്ടും. അവരുടെ ക്വസ്റ്റ്യൻ ചെയ്യൽ അത് ആ രീതിയിൽ എഴഞ്ഞെഴഞ്ഞ് പോവുകയാണ്. ഇതിൻ്റെ തെളിവുകൾ നശിപ്പിച്ച് കഴിയുമ്പോഴായിരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത്. സ്പീഡിലൊരു ക്വസ്റ്റ്യൻ ചെയ്യലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫോണിലെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ ഫോൺ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. ജിമ്മിയുടെ അമ്മയുടെ ഫോൺ ചെക്ക് ചെയ്തിട്ടില്ല. ജിമ്മിയുടെ അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. എല്ലാം മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മാറ്റി ക്രൈംബ്രാഞ്ചിൻ്റെ കൊടുത്താൽ എന്തെങ്കിലും തെളിവുകൾ ഇനിയും ബാക്കി CBI അന്വേഷിക്കണം, എങ്കിലേ ഇതൊക്കെ തെളിയുള്ളൂ. ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടും സെയിം ഇത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് കൊടുത്തപ്പോൾ അത് തൃപ്തികരമാണെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് കൈമാറാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അത് ഇപ്പോൾ പോലീസുകാരുടെ അന്വേഷണം തൃപ്തികരമാണെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് പോകത്തില്ല.
ഒരു വക്കീലിന് നിയമം കൊണ്ടു നടക്കുന്ന ഒരു വക്കീലിന് നിയമത്തിൻ്റെ മുന്നിൽ യാതൊരു നീതിയും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നീതി കിട്ടുന്നത് ശരിയായിട്ട്? ആണ്, ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം. നീതി കിട്ടുന്നിട വരെ നമ്മൾ പുറകെ പോകും. നിങ്ങളുടെ ആക്ഷൻ കൗൺസിലിൻ്റെ കാര്യങ്ങൾ എന്തുമാത്രം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഇനിയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഇവിടുത്തെ ആക്ഷൻ കൗൺസിലോ? ഇവിടെ നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് പ്രസിഡന്റാണ് ആക്ഷൻ കൗൺസിലിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഓരോ മെമ്പർമാരും അംഗങ്ങളാണ്. അവർ തീരുമാനിക്കണം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ. ഞാനൊരാൾ വിളിച്ചുകൊണ്ടോ ഞാൻ ഒരാൾ ഇന്ന് അവിടെ ചെന്ന് പല പ്രാവശ്യം പ്രസിഡൻ്റ് അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ അതിനൊരു മുന്നോട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം, ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല. പ്രസിഡൻ്റ് അടുത്ത് പോയിരുന്ന് ഇതിന് മുന്നോട്ട് അന്വേഷിക്കണം, ഞാൻ ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ മുന്നോട്ട് ഇതുവരെ പോയിട്ടില്ല. നിങ്ങളുടെ കോൺഗ്രസിന് എത്ര മെമ്പേഴ്സ് ഉണ്ട്? 2 മെമ്പർമാരേ ഉള്ളൂ. പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും BJP അല്ലേ? 6 പേര് BJP മെമ്പർമാർ. CPM എത്ര ഉണ്ട്? CPM ഒരാൾ, കേരള കോൺഗ്രസ് 5 പേര്, അല്ല 4 പേര് കേരള കോൺഗ്രസ്, ഒരാൾ CPM. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റിനെ ശശികുമാറിന്റെ സമ്മർദ്ദം ചെലുത്തത്തില്ലേ? ശശികുമാറും BJP അല്ലേ? ചെലുത്താം പഞ്ചായത്തിൽ നിന്ന്. കാരണം ഇതിനകത്ത് മൂവ്മെന്റ് ആണ്, നീതി കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശശികുമാർ തീർച്ചയായിട്ടും രഞ്ജിത്തിനെ കൊണ്ട് അത് ആ സൈഡിൽ കൂടെ വേണ്ട രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തണ്ടായി. അതായത് പഞ്ചായത്തിൽ നിന്ന് ഒരു പ്രമേയം കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വാല്യൂ ഉള്ള ഒരു പേപ്പറാണ്. അത് പ്രമേയം അവതരിപ്പിച്ച് അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആൾ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ അത് പോലീസുകാർക്ക് കൊടുക്കുന്ന SP-ക്ക് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഇവർ സാധാരണ ഒരു ജനം കൊടുക്കുന്നതിനേക്കാളും വാല്യൂ ഉള്ളതാണ് പഞ്ചായത്ത് കൊടുക്കുന്നതിന്. ശശികുമാറിന്റെ പിന്നീട് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇവിടെ ആരും അനങ്ങുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാന്ന് പറയുന്നത്. അല്ല, പുള്ളിയുടെ പാർട്ടിപ്പെട്ട ആളല്ലേ പ്രസിഡന്റും ആൾക്കാരും ഒക്കെ, പഞ്ചായത്ത് പ്രസിഡന്റ്. അതെ അതെ. അല്ല, ഇവരുടെ ഇദ്ദേഹം BJP ആണെങ്കിൽ കോൺഗ്രസ്സുകാരെ പങ്കെടുപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പരിപാടി അല്ല എന്ന് പറയുന്ന ആള് എന്നാൽ BJP-ക്കാരെ പങ്കെടുപ്പിച്ച് കുറച്ചുകൂടെ ഇതിനെ പ്രാദേശികമായ ഒരു വിഷയം മാത്രമാക്കി മാറ്റാതെ ഇപ്പൊ നീറിക്കാടും അല്ലെങ്കിൽ ഇവിടെയും കൂടി ഒരു ആക്ഷൻ കൗൺസിൽ സജീവമായിട്ട് പോവുകയാണെങ്കിൽ ഇതിന് നല്ലൊരു മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ സജീവമല്ല. ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ കൂടിയതല്ലാതെ പിന്നീട് ഒരു മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല. ഒറ്റ മീറ്റിംഗേ കൂടിയിട്ടില്ല ആക്ഷൻ കൗൺസിലിൻ്റെ. ഇതിപ്പോൾ ശരിയായിട്ടും എങ്ങനെ ഒരു വിജയം ഇതിനകത്ത് വരുത്താൻ കഴിയുമെന്നായിരുന്നു? എല്ലാ പാർട്ടികളെയും, BJP-യും കോൺഗ്രസും കേരള കോൺഗ്രസും CPM-ഉം CPI-യും എല്ലാ പാർട്ടികളും, ഇനി ഏതൊക്കെ പാർട്ടികളുണ്ടോ ആ പാർട്ടികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായേനെ. ഇതിപ്പം കുറച്ച് പേര് മാത്രം അടങ്ങുന്ന ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആക്ഷൻ കൗൺസിലാണേലും പലരും റിമൂവ് ആകുന്നു, പിന്നെ കയറുന്നു, പിന്നെ കുറേ പേര് കേട്ടോണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് 2 സ്ഥലങ്ങൾ, നീർക്കാടും മുത്തോലിലും ആക്ഷൻ കൗൺസിൽ ഉണ്ടാവണം, ആക്ഷൻ കൗൺസിൽ മെമ്പർമാരുണ്ടാവണം. അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് ജനങ്ങളെ അറിയിക്കണം. ജനങ്ങളെ അറിയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഏറ്റവും പെട്ടെന്നൊരു നീതി കിട്ടുന്ന രീതിയിലേക്ക് വരുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ധാരണയില്ല? കോൺഗ്രസ്സുകാരെ മാത്രം പങ്കെടുപ്പിക്കണം എന്നല്ല നിങ്ങൾ പറയുന്നത്? അല്ല, എല്ലാ പാർട്ടിക്കാരെയും പങ്കെടുപ്പിക്കണം. കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ, എല്ലാവരും ഒരു നീതിക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ആൾക്കാരാണല്ലോ. ഇപ്പോൾ CPM-ന്റെ മെമ്പറാണെങ്കിലും എല്ലാ പരിപാടിയിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ആളാണ്. നമ്മൾ പാർട്ടി നോക്കിയല്ല, ജിസ്മോൾ എന്ന വ്യക്തിക്ക് വേണ്ടി എല്ലാ പരിപാടികൾക്കും വരുന്ന ഒരാളാണ്. എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ തള്ളി ഒഴിവാക്കപ്പെടുന്നു എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അതെ അതെ, ഒഴിവാക്കപ്പെടുന്നു ഞാൻ ഇവിടെ അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത്. അതാണ് ഇവിടെയുള്ള ജനങ്ങളിലേക്ക് കുറച്ച് ജിസ്മോളുടെ വീടും ആ പരിസരത്തുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ ആ വാർഡിലെ ജനങ്ങളെ അറിയുന്നുള്ളൂ. പുറത്തേക്കുള്ള ജനങ്ങൾ അറിയുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നുള്ളത്. അല്ലെ അവരെ അതിലേക്ക് ക്ഷണിക്കുന്നില്ല. നമ്മളൊരു പൊതുവായിട്ടുള്ള പരിപാടി നടക്കുമ്പോൾ നാട്ടുകാർ അറിയിച്ച് വേണം ചെയ്യാനായിട്ട്. അതിലേക്ക് അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ ഏറ്റുമാനൂർ ചെല്ലുമ്പോൾ, ഏറ്റുമാനൂർ അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുമ്പോൾ ഞങ്ങൾ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ ഞങ്ങളോട് ആൾക്കാർ വിളിച്ചു വെക്കുക, ചേട്ടാ ഇതെന്താ നടക്കുന്നതെന്ന്. ആൾക്കാർക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അതൊരു വലിയ അപര്യാപ്തതയാണ് അല്ലേ? ശരിയായിട്ട് ഈ മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? മാധ്യമങ്ങളെ മാറ്റി നിർത്തരുത്. മാധ്യമങ്ങൾ കൂടെ എല്ലാവരും അറിയണം. മാധ്യമങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരും അറിയുമല്ലോ. ഇവിടെ ഒരു മാധ്യമം ഏതെങ്കിലും ഒരു ചാനലുകാർ വന്ന് ഒരു വീഡിയോ എടുത്താലല്ലേ പുറത്തൊരാളെ അറിയുള്ളൂ.
മാധ്യമങ്ങളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എല്ലാ മാധ്യമങ്ങളും അറിയണം, അതിന് വരണം, വന്ന് എല്ലാവരിലേക്കും എത്തിക്കണം ഈ കാര്യങ്ങൾ. പക്ഷേ അന്ന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിട്ട് പോയപ്പോൾ അവിടെ എല്ലാവർക്കും നിർദ്ദേശം ഉണ്ടായിരുന്നു, ആർക്കും ബൈറ്റ് കൊടുക്കരുത്, ഒരു ചാനലിനും ബൈറ്റ് കൊടുക്കരുത് എന്ന്. ആൾക്കാർ അവരുടെ വികാരം പ്രകടിപ്പിക്കാനായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിനെത്തുന്നത്. ഏതെങ്കിലും അവിടെ വിളിക്കുന്ന മുദ്രാവാക്യം അവിടുത്തെ കടക്കാർ മാത്രമേ കേൾക്കത്തുള്ളൂ. ജനങ്ങളിലേക്ക് എത്തണം. ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ ആളിക്കത്തുന്നുണ്ടെന്ന് പിണറായി വിജയൻ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് SP അറിയണമെങ്കിൽ, SHO അറിയണമെങ്കിൽ ഒക്കെ ശരിയായിട്ടും ഈ ഒരു മാധ്യമം വേണ്ടയോ? വേണം, തീർച്ചയായിട്ടും വേണം. എന്നുവെച്ചാൽ ഈ പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കോട്ടയത്ത് നടന്ന പരിപാടിയിൽ ഒരു പോലീസുകാർ പോലും അതിലേ പോലും വന്നിട്ടില്ല, ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തകർ, ഏതൊരു ചാനലുകാരൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പത്രക്കാരോ ആരും അവിടെ കണ്ടില്ല. അല്ലെങ്കിൽ കോട്ടയം എന്ന് പറഞ്ഞാൽ അക്ഷരനഗരിയാണ്, എല്ലാ പത്രക്കാരും ഉണ്ട്. ഒരു പത്രത്തിൻ്റെ ആൾക്കാർ പോലും അവിടെ എത്തിയിരുന്നില്ല. ഒരു പ്രമുഖ നേതാക്കന്മാർ ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കാത്തത് ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പരാജയം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പം തന്നെ അവിടെ കേന്ദ്രമന്ത്രിയുണ്ട്, സുരേഷ് കുറുപ്പുണ്ട്, നാട്ടകം സുരേഷുണ്ട്, ഇവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, അല്ലെങ്കിൽ ചാണ്ടിയുമ്മനുണ്ട്, ജോസ് കെ മാണിയുണ്ട്. ഇവരിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഒരു ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇത് നടത്തിയിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടെ മാധ്യമ ശ്രദ്ധ കിട്ടത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മാധ്യമ ശ്രദ്ധ വേണ്ട എന്ന് ആക്ഷൻ കൗൺസിൽ വിചാരിക്കുന്നതിൻ്റെ? ആക്ഷൻ കൗൺസിൽ വിചാരിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല, അതിനുവെച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ആക്ഷൻ കൗൺസിൽ അതിനകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല. അതെ, മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്കും അറിയണം. മെമ്പർ ഇപ്പം പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മാധ്യമ ശ്രദ്ധ വരുന്നില്ല? മാധ്യമ ശ്രദ്ധ വന്നാലേ ഇത് ലോകവ്യാപകമായിട്ട് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പം അതൊന്നും നടക്കുന്നില്ല. അപ്പം മെമ്പർക്ക് ഇതിനെപ്പറ്റി ധാരണയുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ അർത്ഥം? ഇല്ല, എനിക്കറിയില്ല. മാധ്യമങ്ങൾ ഞാനവിടെ അന്വേഷിച്ചായിരുന്നു, ഒരു മാധ്യമപ്രവർത്തകരെ പോലും കണ്ടില്ല. ഇത്രയും ചാനലുകാരും എല്ലാം ഉണ്ടായിട്ട് ഒരാളെ പോലും കണ്ടില്ല. പക്ഷെ ആ 24-ലൊക്കെ വന്നതാണ്, പക്ഷേ പിന്നെ അവരതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, ഞങ്ങൾ കേരളീയം എല്ലാത്തിനും പങ്കെടുക്കുന്നതാണ്, അന്ന് പങ്കെടുത്തില്ല. അങ്ങനെ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഞങ്ങളെയും ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി, ഒരു കാരണവും പറയാതെ. അല്ലെ, നിങ്ങൾ ഇന്ന പോലെ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് പുറത്താക്കേണ്ടി വരും എന്ന് ഞങ്ങൾക്കൊരു വാണിംഗ് പോലും തരാതെ, ഞങ്ങളൊരു മെസ്സേജ് പോലും അതിനകത്ത് ഇടാറില്ല, ഞങ്ങളൊരു ലിങ്ക് പോലും അതിനകത്ത് പോസ്റ്റ് ചെയ്യാറില്ല. ഞങ്ങൾ അതിനകത്ത് മെമ്പേഴ്സ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങളെ നിരുപാധികം പുറത്താക്കിയപ്പോൾ അടുത്ത ദിവസം പിന്നെ അതിൻ്റെ വാലെ പിടിച്ച് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പിന്നെ പോകാതിരുന്നത്. ഞങ്ങളിന്ന് വരാനായിട്ട് എല്ലാം സെറ്റപ്പാക്കി. അതുപോലെ ചാനലുകാരുടെ ന്യൂസുകൾ വരുന്നപ്പം എല്ലാ ചെറിയ ചെറിയ ചാനലുകളുടെ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. അതെല്ലാം റിമൂവ് ചെയ്തു, ആ ചാനലുകാരെ എല്ലാം അതിനകത്ത് റിമൂവ് ചെയ്തു. ആക്ഷൻ അതിനകത്തേക്ക് ഒരു ചാനലിൻ്റെ ന്യൂസ് പോലും ഇടാൻ പാടില്ല എന്ന് ആക്ഷൻ കൗൺസിൽ ഇട്ടിരിക്കുക. കാരണം ഇത് ജനോപകാരം, ആ ഗ്രൂപ്പിലെങ്കിലും ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാനല്ലയോ ശരിയായിട്ടും. ഇതൊക്കെ എവിടുത്തെ നിയമമാണെന്നറിയില്ല ശരിയായിട്ടും. അത് ആരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ജിസ്മോൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിടുന്ന വീഡിയോസ് അതിനകത്ത് ഇടരുത് എന്ന് പറയുമ്പോൾ പിന്നെ ആർക്ക് നീതി കിട്ടണം? ശശികുമാറിനാണോ ഇപ്പം നീതി വേണ്ടത്, അതോ ജിസ്മോൾക്കാണോ എന്ന് ഞങ്ങൾക്ക് സംശയം വരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ ഒരു മെമ്പർ ശശികുമാർ ഉദ്ഘാടനം ചെയ്യുക ചെയ്തു ആ മാർച്ച്. നേരെ മറിച്ച് അത് ചാണ്ടിയുമ്മനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ സുരേഷ് കുറുപ്പോ വല്ല ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ മാധ്യമ ശ്രദ്ധ എവിടം വരെ പോയിരുന്നേനെ? നന്നായിട്ട് മുന്നോട്ട് ഞാൻ എല്ലാവരും നാട്ടിൽ മൊത്തം അറിയും. അപ്പം ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം ആര്യ മെമ്പർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കേട്ടത്. ശരിയായിട്ടും ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നി. കാര്യം ഒരു പട നയിക്കുന്ന പടത്തലവന് ആരും വേണ്ട, ഞാനും എൻ്റെ കുറച്ച് ആൾക്കാരും മാത്രമായിട്ട് ഞങ്ങൾ ഈ പട നയിച്ചോളാം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. കാരണം ശശികുമാർ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പം അതിനകത്ത് വേറെ ആരെയും പങ്കെടുപ്പിക്കാതെ വേറൊരു രാഷ്ട്രീയക്കാരനും വേണ്ട, ഞങ്ങളിത് കൊണ്ടുവന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അത് വിശ്വസിച്ചുകൊണ്ട് ജിസ്മോളുടെ പിതാവും സഹോദരനും സഹോദരിയും ഒക്കെ ഇതിൻ്റെ പിന്നാലെ അദ്ദേഹത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല. മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നു, ഇവിടെയുള്ള ജനകീയ നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തുന്നു. എന്നിട്ട് അതേപോലെ തന്നെ പഞ്ചായത്തിലൊരു അദ്ദേഹം പറഞ്ഞു തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ അറിവിലേക്ക്, പഞ്ചായത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിട്ട് ജിസ്മോൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിട്ട് ആ ആക്ഷൻ കൗൺസിലിൽ നിന്ന് അദ്ദേഹം മാത്രം പങ്കെടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ജിസ്മോൾക്ക് നീതി നേടിക്കൊടുക്കുന്ന ഒരു ശശികുമാറാണ്. അപ്പോൾ ഈ ശശികുമാർ ഈ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കാനാണോ അതോ സ്വയം നീതി നേടി അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള
കാര്യങ്ങളാണോ ചെയ്തു കൂട്ടുന്നതെന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തുക, ഞങ്ങൾ പറയുന്നില്ല. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.